പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സ്നേഹമുള്ള അച്ഛൻ, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു ആമുഖമാണ് ഈ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചത്. കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആരാധന എന്താണ്? ഈ ആരാധനയുടെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്? ആരാധന, വർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം, ആദ്യത്തെ ചിത്രം അതെന്താണ്? ആരാധന, വർഷിപ്പ് എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ ആരാധന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധന എന്ന പദം അന്വർത്ഥമാകണമെങ്കിൽ അവിടെ ഒരു ആരാധനാ സമൂഹം ഉണ്ടാവണം. ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന നേതാക്കൾ ആണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരാറുള്ളത്. നേതൃത്വമാണ് നമ്മളെ മൈൻഡിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ നേതൃത്വത്തിലേക്ക് വരണമെങ്കിൽ, നേതൃത്വത്തിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ ആരാധന കമ്മ്യൂണിറ്റി ഉണ്ടാവണം. കമ്മ്യൂണിറ്റിയിൽ ആരാധന ഇല്ലല്ലോ. ഉണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? എബനേസർ മാർത്തമ്മ ചർച്ച് വോർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി, അവിടെയാണ് ഈ ആരാധനയുടെ ബാക്കി കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി ആരാധന, ദൈവനാമത്തിലുള്ള ആരാധന, യഹോവയുടെ നാമത്തിലുള്ള ആരാധന അക്കോർഡിംഗ് ടു ബൈബിൾ, വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്നാണ് തുടങ്ങിയത്? ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. എന്ന് തുടങ്ങി എന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ശേത്തിൻ്റെ മകനായ ഏനോശിൻ്റെ കാലത്ത് എഴുതിയിട്ടുണ്ട്, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ കൊച്ചുമകൻ്റെ കാലത്താണ് ആരാധന, യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ലോകചരിത്രത്തെക്കുറിച്ചും മാനവചരിത്രത്തെക്കുറിച്ചുമൊക്കെ ഒരു വലിയ കാഴ്ചപ്പാട്, നമ്മൾ ആ ബൃഹത്തായ കാഴ്ചപ്പാടിൻ്റെ ഉള്ളിൽ നിന്നല്ല സംവദിക്കുന്നത്. നമ്മൾ ബിബ്ലിക്കൽ ഏജിൽ നിന്നുകൊണ്ടാണ്, ഏകദേശം 5000 years ഉള്ളിൽ നിന്നുകൊണ്ടാണ് വേദപുസ്തക ചരിത്രത്തെയും വേദപുസ്തകത്തിൽ വെളിപ്പെട്ട ദൈവ സങ്കല്പത്തെയും ദൈവത്തെയും ദൈവ ആരാധനയെയും ആരാധനയോട് ബന്ധപ്പെട്ട ചിട്ടവട്ടങ്ങളെക്കുറിച്ചും ആരാധനയോട് സ്ഥാനചിഹ്നങ്ങളും ഇതെല്ലാം നമ്മൾ ആ ഒരു യുഗത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. അതിനപ്പുറത്തൊരു പേഗനിസം ഉണ്ട്, പ്രാകൃത ആരാധനകളുണ്ട്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ നമ്മൾ അങ്ങോട്ട് ചിന്തിച്ച് പോയാൽ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി അത് കൊണ്ടുവരാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതൊരു വിശാലമായ മാനത്തിൽ ആരാധന എന്ന സംജ്ഞയെ പഠിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ അത് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് ആരാധന എന്ന വിഷയത്തെക്കുറിച്ചല്ല, എന്തുകൊണ്ടാണ് ഈ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലെ 3 ബാലന്മാർ ഒരു വലിയ മാസ്, ഏകദേശം 300,000 പീപ്പിൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്, ഏകദേശം 3 ലക്ഷം പേര്. ആ 3 ലക്ഷം ആളുകൾ ഒരുമിച്ച് ആരാധിച്ച് കുമ്പിട്ട് നമസ്കരിച്ച ഒരു സംസ്കാരത്തിൽ നിന്ന്, ആരാധന സംസ്കാരത്തിൽ നിന്ന് വേർവിട്ട് നിൽക്കാൻ ഈ 3 പേർക്ക് എങ്ങനെ സാധിച്ചു? എന്തുകൊണ്ട് സാധിച്ചു? എങ്ങനെ സാധിച്ചു? അതിൻ്റെ റീസൺ എന്താണ്? അതിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നതിനുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് പറയാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ പഴയ നിയമത്തിൽ ആരാധനയുടെ ഒരു പ്രത്യേക
ചിട്ടവട്ടങ്ങളെക്കുറിച്ച് ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദൈവജനത്തിൻ്റെ പുറപ്പാടുമായി ബന്ധപ്പെട്ട് ദൈവം സംസാരിക്കുമ്പോൾ ദൈവം അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പർവ്വതത്തിൽ എന്നെ ആരാധിക്കും എന്ന്. നിങ്ങൾ ഈ പർവ്വതത്തിൽ സിനായ് മലയുടെ അടിവാരത്തിൽ വന്ന് നിങ്ങൾ എന്നെ ആരാധിക്കും എന്നുള്ളത് അടയാളമായിട്ട് ദൈവം മോശയോട് കൽപ്പിക്കുന്നതായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടെടുപ്പിൻ്റെ വലിയ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതിഫലനമാണ് എന്താണ്? ആരാധന. വീണ്ടെടുപ്പിൻ്റെ സന്തോഷം പ്രതിഫലിപ്പിക്കുന്ന ഒരു 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 അവസ്ഥയാണ്. അനുഭൂതി എന്ന് പറയാൻ പറ്റില്ല, ഒരു അവസ്ഥയാണ്, ഒരു മനസ്സിൻ്റെ സ്ഥിതിയാണ്. ആ മാനസിക സ്ഥിതിയുടെ സംഘമാണ് ആരാധന സമൂഹം. അവളവിടെ ചെന്ന് ദൈവത്തെ ആരാധിച്ചു. ദൈവം അന്നേരം ഈ ആരാധന കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ്, എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കണം, നിങ്ങളുടെ കൂടെ വസിക്കണം. അങ്ങനെയാണ് ആരാധനാ സമൂഹം ആദ്യം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഐ വാണ്ട് ടു ഡ്വെൽ എമംഗ് യു, നിങ്ങളുടെ ഇടയിൽ വസിക്കണമെന്ന് പറഞ്ഞ് മോശയെ പർവ്വതത്തിൽ വിളിച്ചു കയറ്റിയിരുത്തി സമാഗമന കൂടാരം എന്ന കൂടാരം നിർമ്മിക്കാനായിട്ട് ദൈവമാണ്. ഇത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് മോശയല്ല, ദൈവമാണ്. എന്നിട്ട് അതിന് നോട്ട്സ് എഴുതുന്ന കൂട്ടത്തിൽ, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന കൂട്ടത്തിൽ മോശ പറയുന്ന ഓരോ പദങ്ങളുണ്ട്. ഓരോ ഉപകരണം സൃഷ്ടിക്കുന്ന സമയത്ത്, നിർമ്മിക്കുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം മോശയുടേതായിരിക്കുന്ന രീതിയില്ല ആരാധന. ആരാധനയുടെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് മോശയ്ക്ക് അവകാശമില്ല സ്വന്തമായിട്ട്. പിന്നെ ദൈവത്തോടൊത്ത് നിൽക്കുന്ന മനുഷ്യനോട് ദൈവം ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്. ഇത്ര നീളം, ഇത്ര അടി, ഇത്ര വീതി, ഇത്ര ഉയരം, അത്രമേ ആകാവൂ. എന്താ അതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ദൈവീക ആരാധനയ്ക്ക് ഒരു ക്രമീകൃത രീതിയുണ്ട്. അത് സിസ്റ്റമാറ്റിക്കാണ്. തോന്നിയ പോലെ തോന്നുന്നവർക്ക് ചെയ്യാവുന്നതല്ല ആരാധന. അതാണ് ക്രിസ്ത്യൻ വർഷിപ്പിൻ്റെയും പ്രത്യേകത. അങ്ങനെയൊന്നും വേണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്, അതങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ബിബ്ലിക്കൽ വർഷിപ്പ്, വേദപുസ്തകത്തിൻ്റെ വെളിപ്പെട്ട ആരാധന എന്ന് പറയുന്നത് അത് വളരെ സിസ്റ്റമാറ്റിക്കാണ്, അത് ക്രമീകൃതമാണ്. സ്വർഗത്തിൽ ഈ സമാഗമനത്തിന് പ്രിൻ്റുണ്ട്. അതാണ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ദൈവം ഇതിനെ കൊണ്ട് കാണിച്ചു കൊടുത്തത്. അത് പണിയാൻ വേണ്ടി ദൈവം രണ്ട് വ്യക്തികൾക്ക് ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മ പരിജ്ഞാനവും വിവേകവും നൽകി ലോകത്ത് ദൈവം കമ്മീഷൻ ചെയ്തവരെ കൊത്തുപണി ചെയ്യുന്നതിനും മരപ്പണി ചെയ്യുന്നതിനും അത് ഡിസൈൻ ചെയ്യുന്നതിനും എല്ലാം. പക്ഷെ അതിനെല്ലാം ചേർത്തിരിക്കുന്ന ഒരു പദമുണ്ട്. ഈ ആരാധനയുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് ദൈവം കാണിച്ചു തന്ന മാതൃക പ്രകാരം. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെ ആവണം. അന്നങ്ങനെ ആയിരുന്നതുപോലെ ഇന്നും ശുശ്രൂഷകൻ ദൈവം കാണിക്കുന്ന മാതൃക പ്രകാരം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കേട്ട്, ദൈവ ശബ്ദം കേട്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുന്ന വിധത്തിൽ ജനത്തെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് ഇടയായിത്തീരണം എന്ന ഒരു ചിന്തയുണ്ട്. അപ്പോൾ ആരാധനാ സമൂഹം, പിന്നെ ആരാധനയ്ക്ക് വേണ്ട ഇടം, അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു അങ്ങനെ പോരാ, ഇതിനകത്ത് ശുശ്രൂഷിക്കാനായിട്ട് പുരോഹിതന് വേണം. അങ്ങനെയാണ് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്നിട്ട് മോശ അഹരോനെയും പുത്രന്മാരെയും ആദ്യം ചെയ്തത് എന്താണ്? സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിയോഗം നടക്കുമ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ആദ്യം ചെയ്തത് എന്താണ്? ദൈവമേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാന്നേ, വെള്ളം കൊണ്ട് കഴുകണം. ഉണ്ടോ പുസ്തകത്തിൽ? എൻ്റെ തപ്പി നോക്കുന്നു, സംശയമുണ്ട്. സാറിനൊരു സംശയം. ഞാൻ കൃപാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ സാറിൻ്റെ കാര്യമല്ല, ഈ സാറിൻ്റെ സംശയമുണ്ടോ? എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവിടെ ഇരിക്കുക. എത്ര അധ്യായം? 29 അധ്യായം. ഈ പുസ്തകത്തിലുള്ളതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പോകാം അല്ലേ? പുറപ്പാട് പുസ്തകം
29-ാം അധ്യായം വായിച്ചാൽ. നാലാമത്തെ വാക്യം 1 മുതൽ താഴോട്ട് വായിക്കുന്ന എന്തെല്ലാം പ്രിപ്പറേഷൻ വേണത്. വെറുതെ ഒന്നും അല്ല ഈ കാര്യങ്ങളൊന്നും ദൈവം ചെയ്യുന്നത്. നിങ്ങൾ നോക്കട്ടെ, ഇതിൻ്റെ സിസ്റ്റം കണ്ടോ, ഇതിൻ്റെ ക്രമീകരണം കണ്ടോ, എന്ത് സിസ്റ്റമാറ്റിക് ആണ്. ഈ വർഷിപ്പിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഓർഡർ കണ്ടോ, ഇതിൻ്റെ ക്രമീകരണം കണ്ടോ. ജന വിചാരമൊക്കെ എന്തെന്നറിയാമോ, ഈ ആത്മീയ ശുശ്രൂഷയൊക്കെ തോന്നിയ പോലെ അങ്ങനെയല്ല. അതിന് വലിയ ക്രമീകരണമുണ്ട്, ദൈവത്തിന് ക്രമീകരണമുണ്ട്. ആ ക്രമീകരണത്തിൻ്റെ ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. പട്ടത്തെ ശുശ്രൂഷയും മെത്രാച്ചന്റെ ശുശ്രൂഷയും സുവിശേഷൻ എന്ന് പറയണോ, ആത്മീയ ശുശ്രൂഷകരുടെ ശുശ്രൂഷയെല്ലാം ഇങ്ങനെ ആയിരിക്കണം. അതാ അതിന് ക്രമീകരണമുണ്ട്. ആ ക്രമീകരണത്തിന്റെ ഭാഗമാണ് 29 മുതലുള്ള 21 മുതലുള്ള വാക്യങ്ങൾ. എന്നിട്ട് അച്ഛൻ പറഞ്ഞ പോലെ 4-ാമത്തെ വാക്യമാണ് പ്രധാനപ്പെട്ടത്. 1-ാമത്തെ സ്റ്റെപ്പാണ്. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വരുത്തി വെള്ളം കൊണ്ട് ഈ മോശ ഇരിക്കുന്നിടത്ത് ചെന്ന്, മോശയുടെ വീട്ടിൽ ചെന്ന് പരിപാടി നടത്താനല്ല. കണ്ടോ ഇതിന്റെ ക്രമീകരണം കണ്ടോ. ദൈവിക ശുശ്രൂഷ പെർഫെക്റ്റ് ആണ്, അത് വിശുദ്ധമാണ്, അതിവിശുദ്ധമാണ്. പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്. അത് പ്യുവറാണ്, അത് വിശുദ്ധമാണ്, വിശുദ്ധിയിൽ വിശുദ്ധമാണ്. അത് നമുക്കാർക്കും വിശുദ്ധി എന്ന് പറയാൻ പോലും പറ്റത്തില്ല. അതുപോലെ ഉന്നതമാണ് ഈ ശുശ്രൂഷ. അത് നമ്മൾ അതിൻ്റെ സീരിയസ്നെസ് അറിയണം. ദൈവിക ശുശ്രൂഷ. അതുകൊണ്ട് ആരുടെ ശുശ്രൂഷയാണ്? ദൈവിക ശുശ്രൂഷയാണ്. ദൈവം എത്രമാത്രം ഉന്നതനാണോ അത്രത്തോളം ഔന്നത്യത്തോടെ വേണം ഈ ശുശ്രൂഷയെ കാണാൻ. ലാഘവത്തോടെ കാണാൻ പാടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഹനത്തിൽ ഒരു വാക്യമുള്ളത് ചേർത്ത് പറയാമോ? ആർക്കെങ്കിലും പറയാം? ദൈവത്തിൻ്റെ ശുശ്രൂഷ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ശുശ്രൂഷയാണ്, ഏറ്റവും വിശുദ്ധമായ ശുശ്രൂഷയാണ്. ആ ഉന്നതമായ ശുശ്രൂഷ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ തന്നെ ചെയ്യണം. അതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ബൈബിൾ വേദത്തിലുണ്ട് ഒരു വാക്യം. പറയുന്നത് ഒരു അച്ഛൻ തുടങ്ങി കേട്ടില്ല. കേട്ടില്ലേ? സാറ് എത്രയും അടുത്ത് നിന്ന് കേട്ടില്ല. സാറ് വേറെ എവിടെയോ പോയി, ആൻറ്റി വന്നില്ല, അതിൻ്റെ വിഷമമാണ് സാർ. ദൈവിക ശുശ്രൂഷ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശാപിക്കപ്പെട്ടവൻ. എന്താ പറയാൻ ഇത്ര മടി? ഞാനങ്ങൊന്നും കൊണ്ടുവന്നല്ല, ഈ പുസ്തകത്തിലുള്ളതാ. കാരണം ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടും ചുമ്മാ ഉച്ചോലെ ഈ മദ്ബഹയിൽ കയറി ശുശ്രൂഷിക്കുക എനിക്ക് പറയില്ല. ഞാൻ കാരണം എനിക്ക് പേടിയാ. അവിടെ കയറി ശുശ്രൂഷ ചെയ്യുന്നത് പോലും വളരെ സൂക്ഷിച്ചു വേണം. നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു സാർത്ഥത പോലും. കുർബാന ചൊല്ലുന്ന അച്ഛനും പാടില്ല, അസിസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്കും പാടില്ല, ധൂപക്കുറ്റി വീശുന്നവന് പാടില്ല. അത് വളരെ പെർഫെക്റ്റ് ആണ്, വളരെ സംശുദ്ധമാണ്. പെട്ടകത്തെ നോക്കിയവർ പോലും തകർന്നു പോയെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. നോക്കിയവർ ബേത്ശമേശ്യർ നോക്കി പട്ടുപോയി. അത്ര പെർഫെക്റ്റും വിശുദ്ധവും ഉന്നതവും ശക്തവുമാണ്. അപ്പൊ ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയും, കർത്താവേ, ഇത്രയും വലിയ കരുത്തുള്ള ശുശ്രൂഷയുടെ ശുശ്രൂഷകനാകാൻ ഭാഗ്യവും പദവിയും തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കണം ശുശ്രൂഷകൻ. അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. എനിക്ക് അവരെ സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ കൊണ്ടുവരണം. അവിടെയാണ് ദൈവം വസിക്കുന്ന ഇടം. അവിടെയാണ് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. മേഘത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ വെച്ച് വേണം ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മാത്രം ചെയ്യണം. മോശയുടെ ഇഷ്ടം അനുസരിച്ചല്ല. ആദ്യത്തെ മഹാപുരോഹിതനെ വാഴിച്ചത് ആരാ വാഴിച്ചേ? മോശ. എന്താ ആര് പറഞ്ഞിട്ടാ? മോശയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് ഒന്നുമല്ല, ദൈവം പറഞ്ഞിട്ട് ഇന്നതായിരിക്കണം, ഇന്നതുപോലെ ആയിരിക്കണം. അത് അങ്ങനെ തന്നെ ചെയ്തു. ഒട്ടും കുറവ് വരുന്നില്ല, ഒട്ടും കൂട്ടത്തുമില്ല. മോശയുടെ വകയായിട്ട് അതിനകത്തൊന്നുമില്ല, അഡീഷൻസ് ഒന്നുമില്ല. പെർഫെക്റ്റ്ലി ദൈവം പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻ അനുസരിച്ച്, പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച്, ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം അവരെ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ കൊണ്ടുവന്നിട്ട് വെള്ളം കൊണ്ട് കഴുകി. ഇനി ഇവിടെ ഒന്ന് നിർത്താം. ഈ മല്ലവും പറയുമ്പം ചുമ്മാതെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. എന്തിനാ വെള്ളം കൊണ്ട് കഴുകുന്നത്?
ശുദ്ധീകരിക്കാനാണ്. അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള മനുഷ്യരല്ല ഇനിയുള്ളത്. ഒരു പുതു സൃഷ്ടിയായി മാറുന്നതിൻ്റെ ബാഹ്യമായ ചടങ്ങാണ് ഇത്. അത് തന്നെയാണ് ജ്യൂസ് അനുഷ്ഠിച്ചു പോരുന്ന ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഒരു പുതു അനുഭവത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ചടങ്ങാണ് ഈ ഒരു ശുശ്രൂഷയാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റതിൻ്റെ പിൻപിലുള്ള രഹസ്യം. എത്ര പേർക്ക് അത് മനസ്സിലായി? ഞാൻ പണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എൻ്റെ വിചാരം എത്ര പേര് ഓർക്കുന്നുണ്ട്? ഈ നമ്മുടെ ക്ലാസ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പിൻ്റെ ഒരു ദോഷമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞ എൻസൈക്ലോപീഡിയ ഒന്നുമല്ല, എനിക്ക് ലഭിച്ച കൃപയ്ക്കും പരിജ്ഞാനത്തോടത്തോടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം. യോർദാൻ നദിയിൽ മാനസാന്തരം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ കണ്ണിയായ സ്ത്രീകളിൽ ജനിച്ച് ഏറ്റവും വലിയവനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ യേശു അങ്ങോട്ട് വന്നു, എനിക്ക് നിന്നെ സ്നാനമാക്കണം. ഉടനെ കർത്താവ് യോഹന്നാൻ എന്താ പറഞ്ഞു? വൈ? എന്തുകൊണ്ടാണ് തടഞ്ഞത്? ഈ വരുന്ന ആരാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ല. ആർക്ക് മനസ്സിലായി? യോഹന്നാന് മനസ്സിലായി. ദി യുണീക്ക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അക്നോളജ് ചെയ്തു. ആര്? യോഹന്നാൻ. അവർ കസിൻസ് ആണ്. തിരിച്ചറിഞ്ഞു, ആരാണെന്ന് മനസ്സിലായി. പേഴ്സണാലിറ്റി ഫുൾനെസ് എന്താണെന്നുള്ളത് മനസ്സിലായി അദ്ദേഹത്തിന്. അപ്പോൾ ഇവൻ സമ്മതിക്കത്തില്ലെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ. അടുത്തത് അല്ലല്ല, ഇപ്പോൾ സമ്മതിക്കുക. അടുത്തത് ആ ഭാഗത്തും പിന്നെ അല്ല, അതിന് മുമ്പ് അച്ഛാ ഇവർ പറഞ്ഞ കേട്ടു. ഇപ്പോൾ സമ്മതിക്കുക. ഇങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിക്കുന്നത് പിന്നെ അക്ഷരം മിണ്ടിയില്ല യോഹന്നാൻ. വൈ മിണ്ടിയില്ല? കാരണം എന്താ? സമ്മാനം ഉറപ്പാണ്. സമയം പോയി, സമ്മാനം പോയി. ഉടനെ പറയാം. വെള്ളം കൊണ്ട് കഴിയുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ നീതിയാണ് വെള്ളം കൊണ്ട് കഴിയുക. അത് കർത്താവ് ആ ന്യായപ്രമാണം നിവർത്തിക്കുക. ഇപ്പോൾ സമ്മാനം പോയി. യേശു ഏത് ഗോത്രത്തിലാണ് ജനിച്ചത്? യഹൂദ ഗോത്രത്തിൽ. യഹൂദ ഗോത്രത്തിൻ്റെ ധർമ്മം എന്താണ്? പറ. ഞാൻ ഈ സാധാരണ പ്രസംഗങ്ങളാണെന്നോ പ്രസംഗിക്കുന്നത്? രാജധർമ്മം എന്ന് പറ. സാറൊക്കെ ഇങ്ങനെയെന്ന് പറയണ്ടേ? രാജധർമ്മം. പൗരോഹിത്യ ഗോത്രമേതാ? ലേവ്യ ഗോത്രം. എന്താ BTH കഴിഞ്ഞവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ലേവ്യ പൗരോഹിത്യമാണ്, ലേവ്യ ഗോത്രമാണ് പൗരോഹിത്യ ധർമ്മത്തിനായി ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാജധർമ്മം നിർവഹിക്കാൻ വേണ്ടി യഹൂദാഗോത്രത്തിലെ സിംഹമായി ജനിച്ചവൻ മറ്റൊരു ശുശ്രൂഷയ്ക്കായി പരസ്യമായി പ്രവേശിക്കാൻ പോവുക. അതായത് തൻ്റെ ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയുള്ള ഓപ്പണിങ്ങാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിൻ്റെ കറക്റ്റ് ടൈമായി അങ്ങോട്ട് ചെന്നു. ഞാനെങ്ങനെ നിന്നെ സ്നാനം കഴിപ്പിക്കുന്നത്? നിന്നെ സ്നാനം ഏൽക്കേണ്ടത് എനിക്ക് ആവശ്യമില്ലയോ? ഒന്ന് ദയവായിട്ട് എന്നെ വിട്ടു പോകണം. കാരണം ഈ ദൈവപുത്രനെ തിരിച്ചറിഞ്ഞ മനുഷ്യൻ അങ്ങ് പേടിക്ക് വരലുക. ഉടനെ നീ സമാധാനമായിരിക്കെ, ഞാൻ വന്നിരിക്കുന്നതേ ന്യായപ്രമാണത്തിലെ നീതി നിവർത്തിക്കാനായിട്ടാണ്. ഞാൻ രാജധർമ്മം നിവർത്തിക്കാൻ വേണ്ടി യഹൂദാഗോത്രത്തിൽ പിറന്നവനാണ്. പക്ഷെ എൻ്റെ ധർമ്മം പൗരോഹിത്യ ധർമ്മമാണ്. ആ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കണമെങ്കിൽ പൗരോഹിത്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എന്താണോ മോശ മുഖാന്തരം ചരിത്രത്തിൽ കൊടുത്തത്, അതിലൂടെ ഞാൻ ദൈവപുത്രനായി ഞാൻ പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ നീതി നിർവഹണമെന്ന ഈ
സ്നാനം വെള്ളം കൊണ്ട് നീ എനിക്ക് കഴുകണം. മാനസാന്തര സ്നാനം അല്ല. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിൽ കുറിച്ച് വെക്കണം എപ്പോഴും, യേശുവിൻ്റെ സ്നാനം ക്രിസ്തീയ സ്നാനം അല്ല. യേശുവിൻ്റെ സ്നാനം ക്രിസ്തീയ സ്നാനത്തിൻ്റെ മാതൃകയുമല്ല. മുതിർന്നതോ ചെറുതോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. ക്രിസ്തീയ സ്നാനം അല്ല. യേശുവിൻ്റെ സ്നാനം ക്രിസ്തീയ സ്നാനം അല്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും പോയി മുങ്ങാൻ പലരും വന്ന് വിളിച്ചാൽ പോകണ്ട. അതിന് സംശയം ഉണ്ടെങ്കിൽ എനിക്കറിയാമെന്ന് പറഞ്ഞുതരാം. ഞാൻ പലയിടത്തും പോയി അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. പഴയ അച്ഛന്മാരൊക്കെ ഉള്ള സന്ദർഭം അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലേക്ക് അതല്ലേ പ്രധാനം. ന്യായപ്രമാണത്തിൻ്റെ അവസാനത്തെ കണ്ണിയല്ലേ അവിടെ ചെയ്താരോ? ന്യായപ്രമാണം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പൗരോഹിത്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആരാ ചെയ്തത്? അവരാണ് ചെയ്തത്. മോശയാണ് ചെയ്തത്. അതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ താത്വികമായ വശം മനസ്സിലാക്കുക. ചരിത്രത്തിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ദൈവം മോശ മുഖാന്തരം എന്താണോ നൽകിയത് അതാണ് ഇവിടെ. ഇത് പുതുതാ, അതും പുതുതാ. ആ പുതുമയിലേക്കുള്ള ഇൻട്രഡക്ഷനാണ്, പ്രവേശനമാണ്. യേശുക്രിസ്തുവിന്റെ പരസ്യമായ രാജധർമ്മത്തിൽ നിന്ന് പൗരോഹിത്യ ധർമ്മത്തിലേക്കുള്ളൊരു മാറ്റമാണ്. പിന്നെ യോഹന്നാൻ എന്ന് പറഞ്ഞില്ലല്ലോ. സാറിന് മനസ്സിലായി? പിന്നെ യോഹന്നാൻ മിണ്ടിയില്ല. മനസ്സിലായി? ഇപ്പോൾ സമ്മതിക്കാം. അങ്ങനെ അല്ല, ഇല്ല. അത് നമുക്ക് ഇപ്പം ഡിസ്കഷൻ ആക്കണ്ട. മറ്റേ നമ്മുടെ ഡിസ്കഷൻ മാറിപ്പോകും. നമ്മൾ വേറൊരു ദിവസം നമുക്കത് ഡിസ്കസ് ചെയ്യാം. കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. എനിക്കറിയാമെന്ന് പറഞ്ഞുതരാം. അതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഈ ആവശ്യമില്ലാത്ത പരിജ്ഞാനമില്ലാതെ പോയി അത് കാട്ടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് വേണോ വേണ്ട എന്നൊക്കെ. നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് എന്തോ സംശയമുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പറയാതെ പിന്നെ എങ്ങനെ പറയാനാണ്? ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അത് ഈ ലഘുവായിട്ട് പറഞ്ഞാൽ പിന്നെ ഒന്നും ഇവിടെ നിൽക്കത്തില്ല. ഒരു പാതിരാത്രി മുഴുവൻ പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വാക്കുകൾ ഇങ്ങനെ കൂട്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നാനം ക്രിസ്തീയ സ്നാനമല്ല, അത് ന്യായപ്രമാണത്തിലെ നീതി നിവർത്തിച്ച സ്നാനം. എന്നിട്ട് ആ ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പൗരോഹിത്യം സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പം നമ്മൾ വായിച്ച 29ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി ചെയ്തത് എന്താണ്? സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ട് നിർത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി ആ ശുശ്രൂഷ പൂർത്തീകരിച്ചതിനെ കുറിച്ച് നമ്മൾ വായിച്ച് കാണുന്നു. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ ഈ ജനത്തിൻ്റെ ഇടയിലെ ആരാധനാക്രമത്തിൽ ആവശ്യമാണെന്ന് ദൈവത്തിന് ബോധ്യമുണ്ടായപ്പോൾ ആദ്യം പൗരോഹിത്യമല്ല കൊടുത്തത്. ആദ്യം ജനം, പാപമാകുന്ന മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട പഴയ പുതിയ നിയമത്തിലെ ദൈവജനം. പഴയ നിയമത്തിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ആകുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം. രണ്ടിടത്തും കോമൺ ദൈവ ജനമാണ്. ആദ്യം ദൈവത്തിന്റെ ജനം. ആ ജനമുള്ളപ്പോഴാണ് ആരാധന. ആ ജനത്തിന്റെ ആന്തരിക അനുഭവത്തിന്റെ ഉത്കടമായ കോമണായ ഒരു സ്വഭാവമാണ്, ഒരു വാഞ്ചയാണ് ആരാധന, വർഷിപ്പ് എന്ന് പറയുന്നത്. ഈ വർഷിപ്പ് എന്നുള്ളതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കാൻ, അതാ ജനത്തിന്റെ കോമണായ ആന്തരികമായ ഉത്കടമായിരിക്കുന്ന ഒരു വാഞ്ചയിൽ നിന്ന്, രക്ഷിക്കപ്പെട്ടവനോടുള്ള സ്നേഹത്തിൽ നിന്നും ഭക്തിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു അനുഭൂതിയുമാണ് ആരാധന. അല്ലാതെ ഈ കാണുന്ന ഈ സ്ക്രിപ്റ്റ് ഒന്നും അല്ലത്. ആ സ്ക്രിപ്റ്റ് ഒക്കെ ആ അനുഭൂതിയിലേക്കും അനുഭവത്തിലേക്കും മനുഷ്യ മനസ്സിനെ ഉയർത്താൻ പോരുന്നതാവണം. ആകണം. അതല്ലാതെ നമുക്ക് ഇതൊക്കെ വായിച്ചുവിടാം. ഈ വാക്കുകൾ കൊണ്ടൊന്നും വിസ്തരിക്കാനാവാത്തൊരു ആന്തരിക അനുഭവമുണ്ട് ആരാധനയ്ക്ക്.
ഒരു വർഷം പോലും മിണ്ടാതെ നിന്നുകൊണ്ട് ആരാധിക്കുന്ന സമൂഹമുണ്ട്. ഒരക്ഷരം പോലും ആരാധന വാക്കുകളില്ല, ആരാധിക്കുന്ന സമൂഹമുണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദ തുലിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സൊസൈറ്റീസ് ഉണ്ട് ഇന്നും അന്നും. പ്രിയപ്പെട്ടവരെ, ആരാധന സമൂഹം, അതിനൊരു ആലയം സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിൽ എത്ര ഉപകരണങ്ങളുണ്ട്, എത്ര ഭാഗങ്ങളുണ്ട്? സമാഗമന വലിയ വിഷയം. ഉപകരണങ്ങൾ 3 ഭാഗം: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. 3 ഭാഗം: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. എത്ര ഉപകരണങ്ങളുണ്ട്? 12. എത്ര ഉപകരണങ്ങളുണ്ട്? വേദപുസ്തകത്തിലുള്ളതാണ് ഇതല്ല. 7 ഉപകരണങ്ങളുണ്ട്. 7 ഉപകരണങ്ങൾ. അത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ പൗരോഹിത്യത്തിൻ്റെ 7 ക്യാരക്ടറിസ്റ്റിക്സ് അതിനെ വിളിച്ചറിയിക്കുന്നു. ഇതെല്ലാം പഠിക്കുന്നു. അതുപോലെ തന്നെ ഈ ലേവിയാഗങ്ങളുടെ പ്രത്യേകതകൾ ഇതെല്ലാം പഠിക്കാനുള്ള ഈ പുസ്തകത്തിനാണ്. സമാഗമന കൂടാരം പഠിക്കാനുള്ളതാണ്. പ്രാകാരത്തിൽ യാഗപീഠം, പിച്ചളത്തൊട്ടി. പിന്നെ വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പമേശ, കവരവിളക്ക്, ഒന്നുകൂടെ ധൂപപീഠം. അതിനപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകം, കൃപാസനം. അങ്ങനെയാണ് 7 ഉപകരണങ്ങൾ. ഒന്നുകൂടെ പറയാം: പ്രാകാരത്തിൽ യാഗപീഠം, പിച്ചളത്തൊട്ടി. വിശുദ്ധ സ്ഥലത്ത് കാഴ്ചയപ്പമേശ, കവരവിളക്ക്, ധൂപപീഠം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകം, കൃപാസനം, ഹോളി ഓഫ് ഹോളീസ്, കൃപാസനം. ഇങ്ങനെ 7 ഉപകരണങ്ങൾ, 7 ഭാഗങ്ങളായിട്ടാണ്, 3 ഭാഗങ്ങളിലായിട്ട് 7 ഉപകരണങ്ങളാണ് സമാഗമനത്തിൽ ദൈവം കൊടുത്താണിത്. അവിടെ എല്ലാവർക്കും ഒന്നും പ്രവേശിക്കാൻ പറ്റില്ല. അതിവിശുദ്ധ സ്ഥലത്ത് എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ദൈവം വെച്ചതാണ്. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ അരയെ ചങ്ങല ഇട്ടുകൊണ്ട് കയറാനായിട്ട് പറ്റുള്ളൂ. അതിനൊക്കെ വ്യവസ്ഥയുണ്ട്, പ്രമാണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം 3-ാം അധ്യായം, ദാനിയേൽ 3-ാം അധ്യായം, 3-ാം അധ്യായം പറയുമ്പോൾ ഇതൊക്കെ വേണമെന്നാണ്. അതെ, എന്തിനാണ്? ആരാധന എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ലഘുവായ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഇതൊക്കെ ഒന്ന് ഓർപ്പിച്ചെന്നേ. ആ പൗരോഹിത്യവും പിന്നെ അതിൻ്റെ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ദൈവം പിന്നീടാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ പൗരോഹിത്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഉണ്ടായതല്ല, ആരാധനാ സമൂഹം ഉണ്ടായതല്ല. അതെന്നെ പുതിയ നിയമത്തിലും. പുതിയ നിയമത്തിൽ രക്ഷിത ഗണം, ആ രക്ഷിത ഗണം എങ്ങനെ ഉണ്ടായത്? സുവിശേഷം പ്രസംഗിച്ച്, സുവിശേഷം കേട്ട്, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അവൻ്റെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ രക്ഷിത ഗണമാണ് ആര്? ആരാധന സമൂഹം. രക്ഷിക്കപ്പെട്ടവരാണ്. അവരോട് പ്രസംഗിച്ച് കർത്താവിൻ്റെ മാർഗം അന്വേഷിച്ച് അവരെ രക്ഷാനുഭവത്തിൽ കൊണ്ടുവന്നാരാ? ഒരു കാലഘട്ടത്തിൽ ആരാ? എന്താ പറയാൻ പേടി? സുവിശേഷ വേലക്കാരാണ്, ശിഷ്യരാണ്, സുവിശേഷ വേലക്കാരാണ്, സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ആഴ്ചത്തെ എവൻഗേലിയോനകത്ത് ഏതായാലും വേദപുസ്തകത്തിൽ ഒരിടത്ത് സുവിശേഷം എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശദീകരണം കൂടാതെ. ഇല്ലയോ? കേട്ടില്ലായിരുന്നു? സുവിശേഷം എന്നുണ്ടല്ലേ അതിനകത്ത്. അപ്പൊ ഇവർ പ്രസംഗിച്ചിങ്ങനെ ജനം വന്നു ആരാധിക്കാനും ഒരുമിച്ച് കൂടി. അപ്പൊ ഇവര് ഗൈഡ് ചെയ്യണ്ടേ, ഇവര് ലീഡ് ചെയ്യണ്ടേ, ലീഡർഷിപ്പ് വേണം. അങ്ങനെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് കർത്താവിൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനം ഈ അഴന്നൊഴുന്ന് പോകാൻ ദൈവം സമ്മതിക്കുന്നതല്ല. ഇതിനൊരു സിസ്റ്റം ഉണ്ട്, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതിനുവേണ്ടി ചരിത്രത്തിൽ ദൈവം പൗരോഹിത്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. പൗരോഹിത്യം, മാർത്തോമാ സഭ വിശ്വസിക്കുന്ന പൗരോഹിത്യം, പുതിയ നിയമസഭയുടെ പൗരോഹിത്യം, സഭയ്ക്കാണ് പൗരോഹിത്യം, വ്യക്തികൾക്കല്ല. എന്നാൽ പഴയ നിയമത്തിൽ വ്യക്തികൾക്കാണ്. അപ്പോൾ പുതിയ നിയമസഭയുടെ പൗരോഹിത്യം, ഇത് സാന്ദർഭികമായി വരുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളത്,
പുതിയ നിയമസഭയുടെ പൗരോഹിത്യം മാർത്തോമാ സഭ വിശ്വസിക്കുന്നത് സഭയ്ക്കാണ് പൗരോഹിത്യം. ഈ സഭയുടെ റെപ്രസെന്റേറ്റീവ് പ്രീസ്റ്റ്ഹുഡാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട അച്ഛനും പട്ടക്കാരും. ഓർത്തഡോക്സ് സഭയ്ക്ക് വ്യത്യാസമാണ്, മധ്യസ്ഥ പൗരോഹിത്യം. കത്തോലിക്ക സഭയ്ക്കും അങ്ങനെയാണ്. അത് അച്ഛന്മാരുടെ ഒരു പാപം ഏറ്റു പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഇല്ലല്ലോ, ഇത് പരസ്യമായിട്ടില്ല. അതെ, നമ്മൾ റെപ്രസെന്റേറ്റീവ്. രണ്ട് മനസ്സിലായോ? മീഡിയേറ്ററി പ്രീസ്റ്റ്ഹുഡും റെപ്രസെന്റേറ്റീവ് പ്രീസ്റ്റ്ഹുഡും. ഈ കൽപ്പന വായിക്കുന്ന സമയത്ത് എന്തിനാ സഭയെ വായിക്കുന്നേ? തിരുമേനിക്ക് നേരിട്ടങ്ങ് എടുത്താൽ പോരായിരുന്നു. പാടില്ല. ആ സഭയുടെ അംഗത്വത്തിൽ നിന്ന്, ആ സഭയുടെ പൗരോഹിത്യത്തിന്റെ നിദർശനമാണ് ആ ഒരു കൊച്ചൻ കയറി വരുന്നത്. ഇത് ടോട്ടൽ ഇടവകയാണ്, ആ ഇടവകയുടെ പ്രതിനിധിയാണ്. ആ ഇടവകയാണ് പൗരോഹിത്യമുള്ളത്. ആ ഇടവകയിൽ ഒരാള് തെരഞ്ഞെടുക്കപ്പെടുക. എന്തിന്? ട്രെയിൻ ചെയ്തിട്ട് നിഷ്കർഷിക്കുന്ന തരത്തിൽ അത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതിന് പരിശീലനം നൽകി ഈ ആളിനെ നിയോഗിക്കുകയാണ്. പ്രാതിനിധ്യ പൗരോഹിത്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് കുർബാന ചൊല്ലുന്നത് അച്ഛനല്ല, ജനം ഒരുമിച്ച കുർബാന ചൊല്ലുന്നത്. അഥവാ തക്സ മുഴുവൻ നമ്മുടെ ഇല്ലെങ്കിലും അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ ചൊല്ലുന്നത് എന്താണ്? ആമീൻ പറഞ്ഞ അർത്ഥം എന്താണ്? ഞങ്ങളെല്ലാവരും കൂടെ ചൊല്ലിയത്. മൂന്നാമത്തെ റൂസ്മ അച്ഛൻ വരയ്ക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവസാനം ഒന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ വരച്ചേക്കുക. എല്ലാവരും കൂടി കയറി വരയ്ക്കരുത്, അടി ഉണ്ടാക്കരുത്. അതിന് ട്രെയിൻ ചെയ്ത ആൾ ആവശ്യമാണ്. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ പൗരോഹിത്യത്തിന്റെ നിദർശനമാണ് ഈ നിൽക്കുന്ന യൂണിഫോം, ഈ നിൽക്കുന്നയാൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന. എന്ത് രസമായി! അത് വളരെ പ്രധാനമാണ്, ശ്രേഷ്ഠമാണ്, ഉന്നതമാണ്. അതിന് സൂപ്പർവൈസർ വേണം, ഇതിന് ലീഡ് ചെയ്യാൻ ആൾ വേണം. ഇവരെ അതിനാണ് എപ്പിസ്കോപ്പസി. കാര്യമായ കാര്യം, അതിന് കൃപാവരങ്ങളുള്ള, യോജിച്ചതെന്ന് ദൈവാത്മാവിന് ബോധ്യമുള്ള ആളുകളെയൊക്കെ. ഇത് സഭാചരിത്രത്തിൻ്റെ താളുകൾ ഒത്തിരി പരിശോധിച്ചാൽ മാത്രമേ ഇതൊക്കെ പിടികിട്ടത്തുള്ളൂ. അത് പല സഭയുടെ പല പഠിപ്പിക്കലുണ്ട്. ഇത് നമ്മുടെ സഭയുടെ പഠിപ്പിക്കാൻ കുറച്ചുകൂടെ വ്യക്തമായ ബിബ്ലിക്കൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ കാലാന്തരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവയ്ക്കൊക്കെ ചില കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സിസ്റ്റത്തിന്, ഈ ഓർഡർ, ഈ വർഷിപ്പിൻ്റെ ഓർഡർ, ആരാധനാ സമൂഹത്തിൽ ആരാധനയ്ക്ക്, നമ്മുടെ ഒരു ആരാധനയുടെ വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇത്രയും പറഞ്ഞപ്പോൾ ആലോചനയ്ക്കായി പറയുന്നത് മാത്രമേ ഉള്ളൂ, ചിന്തിക്കാൻ വേണ്ടി. നമ്മുടെ ആരാധനയുടെ സിസ്റ്റം നോക്കിയിട്ട് അച്ഛൻ, പിന്നെ ആത്മായ ശുശ്രൂഷകൻ, പിന്നെ മുമ്പേ പറഞ്ഞ കപ്പിയാർ ഇല്ലേ? അതൊരു ക്രമമാണ്. അത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ക്രമമാണ്. 40 കൊല്ലം സുവിശേഷ വേല ചെയ്ത ഉപദേശി ഇതിനകത്തുണ്ടെങ്കിൽ പുള്ളി ഇവിടെ എങ്ങാനും അടുത്തുണ്ടോ? ക്ഷമിക്കണം, ഞാൻ പറയുന്നതാണ്. ഇല്ല. അതിനിപ്പം ആര് വിചാരിച്ചാലും നടക്കാനും പോകുന്നില്ല. ഇത് വിമർശിക്കാൻ വേണ്ടി ഇതിവിടെ ചിലപ്പം പറയുമ്പോൾ ഇവിടെ പറയേണ്ടതല്ല. അല്ല, ഇവിടെ പറയേണ്ടതല്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഈ CSI സഭയിലൊക്കെ പ്രസംഗിക്കാൻ ഒത്തിരി, CSI സഭയിൽ ഈ സുവിശേഷകരെ അവർ ഓണർ ചെയ്യുന്നത് നിങ്ങൾ പോയി കാണും. നിങ്ങളൊന്ന് പോകണം. സുവിശേഷകരെ ഓണർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അനുചരം എങ്ങനെ? നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഒരു പട്ടക്കാരൻ്റെ ഇടവകയിൽ എൻ്റെ വൈഫിൻ്റെ അച്ഛനെ ഇവിടെ നമ്മുടെ പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട്. ചാക്ക വർഗീസ് അച്ഛൻ ഇവിടെ വളഞ്ഞോട്ടത്തൊക്കെ ആയിരുന്നു. അവർ പനവേലിക്കാർ ഒത്തിരി അച്ഛന്മാരുണ്ട്. ആ കൂട്ടത്തിൽ നിന്നാണ് മോളി. അപ്പോൾ അവരുടെ വീട്ടിൽ അച്ഛന്മാരൊക്കെയാണ്. അതുകൊണ്ട് എന്നെ CSIയിലൊക്കെ പ്രസംഗിക്കാൻ വിളിക്കും. ഈ കുർബാനയ്ക്കായി അവർ ശുശ്രൂഷ സർപ്ലീസൊക്കെ ധരിച്ച് നിൽക്കുമ്പോൾ, കാസക്കും ഇതൊക്കെ ഇട്ട് ധരിച്ച് നിൽക്കുമ്പോൾ ഈ ഇതിനെന്താ പറയുക, സ്റ്റോക്ക് അല്ലേ? സ്റ്റോക്ക് ഒഴികെ ബാക്കിയെല്ലാം സുവിശേഷകന്മാരായിരിക്കും. സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഇടയ്ക്കിടുന്ന സാധനം ഉണ്ടല്ലോ, ഇത് സ്റ്റോക്ക് എന്ന് തന്നെ പറയണ്ടേ? സാർ ശ്രദ്ധിച്ചിട്ട് മണിമൂലിപ്പള്ളിയിലൊക്കെ പോയിട്ടില്ലേ?
സ്റ്റോക്ക് ഒഴികെ ഈ നീളമുള്ള കുപ്പായവും മറ്റ് കുപ്പായെല്ലാം ഉണ്ടാവും. ഇനിയും സൗത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കാസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കത്തെ കെട്ട് മാത്രമേ വ്യത്യാസമുള്ളൂ. വെള്ളക്കെട്ട്. എനിക്ക് വെള്ളക്കെട്ട് തരാനോ അത്രയും കുപ്പായം തരാനോ ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇനിയോട്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. സത്യം പറയാം, എനിക്കതിന് ആവശ്യമില്ല. ഞാനത് ആഗ്രഹിച്ച ആളല്ല. അതിനുള്ള വിളി എനിക്കില്ല. അതുകൊണ്ടാണ്. പക്ഷേ ആരെങ്കിലും അതിന് ഇച്ചിരി അതീശത്വം എടുക്കാൻ വന്നാൽ ഞാൻ അംഗീകരിക്കത്തുമില്ല. ഇതിനെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. ഷീലയുടെ നോട്ടം കണ്ടോ? ഇതിനാണോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുന്നു? കുഞ്ഞേ, ഇതിൻ്റെ ഭാഗമായി ഓർപ്പിച്ചെന്ന് മാത്രമേ ദൈവത്തിന് സ്തോത്രം. ആരാധന സമഗ്രമായ ഇടവകയുടെ ജനത്തിൻ്റെ ആളുകൾ. സുവിശേഷൻ ഈ സഭയിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല അങ്ങനെ ഒരു വാക്ക്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇല്ല, അത് ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നറിയാം, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയാം, പരസ്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നടക്കത്തില്ല. കാരണം അങ്ങനെ നമ്മുടെ സിസ്റ്റം. പക്ഷെ അച്ഛന്മാരുടെ ഒക്കെ ഔദാര്യം കൊണ്ട് ഇങ്ങനെ തമ്പാച്ചായനെന്നും ഒക്കെ വിളിച്ച് പ്രസംഗിക്കാനൊക്കെ അച്ഛൻ അനുവദിക്കും. മരണം നടന്ന വീട്ടിലോ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ വന്നോ 4 വാക്ക് പറയാൻ അച്ഛൻ ആവശ്യപ്പെടും. അത് അച്ഛൻ്റെ ഔദാര്യമാണ്. അത് നന്ദിയോടെ സ്മരിക്കുന്നു. പക്ഷെ ഒരിടത്തില്ല. ഇന്ന് ഒരു കാലത്തുണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. തോളോട് കൈ ചേർത്ത് ഇട്ട് നിന്ന് ഒരുമിച്ച് ശുശ്രൂഷിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ ശുശ്രൂഷ ആരംഭകാലം. ഞങ്ങൾ ഒരുമിച്ച് ഈ ക്ലർജി മീറ്റിംഗ് കൂടുമ്പോൾ എന്നെ കൂടെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അവർ ക്ലർജി മീറ്റിംഗ്, ലോക്കൽ ക്ലർജി മീറ്റിംഗ് കൂടുന്നില്ല അന്നേരം. അവരിലെ ചില അച്ഛന്മാരിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഫിലിപ്പി മാത്യു അച്ഛന്, തോമസ് ദാനിയൽ അച്ഛൻ, ജോർജ് അച്ഛൻ, ഇങ്ങനെയുള്ള പട്ടക്കാർ ഉണ്ടായിരുന്ന കൂട്ടത്തില്ല. ഞങ്ങൾ ഒരുമിച്ച് അവരുടെ ഒഫീഷ്യൽ ഡിസ്കഷൻ വരുമ്പോൾ ഞാനങ്ങ് എന്തോ സഹകരണം, എന്തോ സന്തോഷമാണ്. പോട്ടെ, ഈ ആരാധന ദൈവം നമുക്ക് നൽകി തന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ അർത്ഥവത്തായിരിക്കുന്ന ആരാധന എന്താണെന്ന് ബോധ്യം ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രാകൃത ആരാധനയോട് നോ പറയാൻ ഇവർക്ക് സാധ്യമായിട്ടുണ്ട്. ആ പ്രാകൃത ആരാധനയുടെ എക്സ്പ്ലനേഷനാണ് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ 3-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്കുകളെന്ന് ചോദിച്ചാൽ, ഈ 3-ാമത്തെ അധ്യായത്തെ 3ആയിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്. 3ാമത്തെ അധ്യായം നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ടോട്ടലിറ്റേറിയൻ ഡോമിനൻസ്, ഏകാധിപത്യത്തിൽ അധിഷ്ഠിതമായ സർവാധികാര വാഴ്ച, ടോട്ടലിറ്റേറിയൻ ഡോമിനൻസ്. 2 കോൺഷ്യന്യസ് ഡിസൊബീഡിയൻസ്, ബോധപൂർവമായ അനുസരണക്കേട്. അത് 8 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 3 മിറാക്കുലസ് ഡെലിവറൻസ്, അത്ഭുതകരമായിരിക്കുന്ന വിടുതൽ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് ഈ 3-ാം അധ്യായം നമ്മൾ പഠിക്കുന്നത്. 1 ടോട്ടലിറ്റേറിയൻ ഡോമിനൻസ്, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 കോൺഷ്യസ് ഡിസൊബീഡിയൻസ്, ബോധപൂർവമായിരിക്കുന്ന അനുസരണക്കേട്. 3 മിറാക്കുലസ് ഡെലിവറൻസ്, അത് 24 മുതൽ 30 വരെ ഉള്ള വാക്യങ്ങളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവർ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളുമൊക്കെ ഈ പുസ്തകത്തിൽ നമ്മൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാട്ടെ. 2-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. മഹാനാക്കി. അടുത്തത് ദാനിയേലിന്റെ അപേക്ഷപ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോയെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യവിചാരങ്ങൾക്ക് മേൽവിചാരകന്മാരാക്കി. അപ്പോൾ
ദാനിയേലിന് സ്ഥാനമാനങ്ങൾ കൊടുത്തു. 120 സംസ്ഥാനങ്ങളിലുള്ള ഈ ബാബേൽ രാജ്യത്തിൻ്റെ പ്രധാന ഒരു ഭരണാധികാരിയാക്കി അപ്പോയിന്റ് ചെയ്തു. ദാനിയേലിൻ്റെ അപേക്ഷ പ്രകാരം ശദ്രക്കിനെ, മേശക്കിനെയും അബേദ്നെഗോവെയും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകി അവരെ അവിടെ നിയോഗിച്ചു. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ മാനിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കൾ അംഗീകാരമില്ലാത്തിടത്തും മറ്റാരും സഹായിക്കാനില്ലാത്തിടത്തും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുകയില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മക്കൾ. അവരാരുമില്ല, അവർക്കവിടെ ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ. ഭൂരിപക്ഷവും അവരാണ്. ഭൂരിപക്ഷവും അവർക്ക് അധികാരമുണ്ട്. ഭൂരിപക്ഷം അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ ഭൂരിപക്ഷത്തിൻ്റെ ദംശനം, ഭൂരിപക്ഷത്തിൻ്റെ പ്രഷർ ഒന്നും ഈ കുഞ്ഞുങ്ങളെ ബാധിച്ചില്ല. അവർക്ക് സ്ഥാനം കിട്ടി, മാനം കിട്ടി, അവരെ അപ്പോയിന്റ് ചെയ്തു, അവരെ അനുഗ്രഹിച്ചു, സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തു, അവരെ അംഗീകരിച്ച് അവിടെയാക്കി. പക്ഷേ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരു കാര്യം ദൈവമക്കൾ അറിയണം. ദൈവം നമ്മെ ഉയർത്തുന്ന സന്ദർഭത്തിൽ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ മറുവശത്ത് നമുക്ക് ഉപദ്രവങ്ങളുടെ വഴികൾ തുറന്നുകൊണ്ടിരിക്കും. ഉപദ്രവങ്ങളുടെ വഴി തുറന്നുകൊണ്ടിരിക്കും. ശത്രുവിൻ്റെ പോരാട്ടം ഉയർന്നുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്, പ്രാപിക്കുന്നതാണ് അസൂയ തുടങ്ങാനുള്ള ഒന്നാമത്തെ കാരണമായി ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരനെ വധിച്ചതിൻ്റെ പിൻപിലുള്ളത് എന്താണ്? ഒന്നിൽ ദൈവം പ്രസാദിച്ചു, ഒരാളിൽ ദൈവം പ്രസാദിച്ചു. ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുമ്പോൾ അതോട് ചേർന്ന് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് എന്ത്? അസൂയയും പകയും എങ്ങനെയെങ്കിലും തേജോവധം ചെയ്യാനുള്ള ശ്രമം. ഞങ്ങൾ രണ്ടുപേരും കസിൻസാണ്. ഇപ്പോൾ എനിക്കില്ലാത്തത് അവന് കൊടുക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായി മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണത്. അവനേക്കാൾ കേമനായി ഞാനിവിടെ ഉണ്ടായിരുന്നിട്ട് എന്നെ മാനിക്കാതെ ജോർജ് ഗുരുവിളെ മാനിച്ചു. സ്വാഭാവികമായി നമ്മൾ മനുഷ്യരാണ്, ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അത് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, ഇല്ലേ? അവരവിടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മുക്തരാണ് നമ്മളെന്ന് വിചാരിക്കരുത്. ബ്ലെസ്സിങ്സ് ഫ്രം ഗോഡ്, that doesn't mean that we are protected from other problems. പ്രശ്നമുണ്ടായി. No, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ immense problems are there. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചു. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നെബൂഖദ്നേസർ രാജാവിന് സംഭവിച്ചതായിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു സർവാധികാരി എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു. ശക്തിയും അധികാരവും ഒക്കെ കൂടെ ലഭിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, ഒരു വലിയ ദുർവിധി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ശക്തിയും അധികാരവും ഒക്കെ ലഭിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ ഉണ്ടാകാവുന്ന ഒരു മാനസിക വികൃതി എന്ന് വേണേൽ പറയാം. തങ്ങൾ ആരാണെന്ന് മറന്നു പോവുക. നെബൂഖദ്നേസർ ആരാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ സർവാധികാരി, എൻ്റെ കയ്യിലാണ് എല്ലാം. അതുകൊണ്ട് സർവാധികാരി ആയതുകൊണ്ട് എനിക്കെന്തും ചെയ്യാം, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇത് ആത്മീയതയിലും കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്, ആധ്യാത്മികതയിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഞാനൊരു നേതൃത്വത്തിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ കൈക്കീഴിൽ കൂടെ വേണം കാര്യങ്ങളെല്ലാം പോകണമെന്ന ഒരു സ്വാർത്ഥ ആഗ്രഹം ഉണ്ടാകാം. സാറിനെ ഉന്നതനാക്കി ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇനി ആര് നോക്കണം? ഞാൻ നോക്കണം. പ്രതീക്ഷിച്ചിട്ടില്ല. ഡിവൈഡ് ചെയ്ത് അധികാരങ്ങൾ ജോർജ് കൊടുക്കണം, തോമാച്ചന് കൊടുക്കണം, എബിക്ക് കൊടുക്കണം.
ആ ഡിവൈഡ് ചെയ്ത് കൊടുത്ത അധികാരത്തിൽ പിന്നെ കൈകടത്തില്ല. അതിൻ്റെ പേരാണ് സർവാധികാരം എന്ന് പറയുന്നത്. ഡിവിഷൻ ചെയ്ത് കൊടുത്തതാ ഓരോ അധികാരങ്ങൾ. ഇന്നത് ചെയ്തോ ബാബു അത് ചെയ്തോ എന്ന് പറഞ്ഞ് കൊടുത്തതാ. പിന്നെയും നിങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഞാനാ ചെയ്യുന്നത്. അത് ഗുണത്തിൽ കലാശിക്കില്ല, ദോഷത്തിലേ കലാശിക്കുകയുള്ളൂ. അത് തന്നെയാണ് ആർക്ക് സംഭവിച്ചത്? നെബൂഖദ്നേസറിന് സംഭവിച്ചത്. തനിക്ക് അധികാരം കിട്ടി, താൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അസൂയാർഹമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് സംഭവിച്ചതായ അടുത്ത പടിയാണ് താൻ എത്ര വലിയവനാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. എനിക്ക് എന്തെല്ലാം അധികാരമുണ്ട്, എൻ്റെ സർവാധികാരം, എൻ്റെ സ്വന്തം ഇച്ഛ, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി സാധാരണ നിലനിന്നിരുന്ന പ്രക്രിയയുടെ ആവർത്തനമാണ് ഈ രാജാവ് നിർവഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ അധികാരം പ്രാപിച്ചു, എനിക്ക് അധികാരമുണ്ട്, ആളുകളെല്ലാം എൻ്റെ രാജ്യത്തിൻ്റെ ഒരു വക അടിമകളാണ്, സ്വാതന്ത്ര്യമില്ലാത്തവരാണ്. ഞാൻ പറയുന്നത് എൻ്റെ ഇച്ഛ നിവൃത്തിക്ക് വേണ്ടിയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും നിങ്ങൾ എന്ത് ചെയ്യണം. എന്താ സംഭവിച്ചത്? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതല്ലേ ഏറ്റവും വലുത്? സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഞാൻ തീരുമാനിക്കും നിങ്ങൾ എന്ത് ചെയ്യണം. ഞാൻ തീരുമാനിക്കും നിങ്ങൾ ആരാധിക്കുന്നത് ആരെയാണ്, എങ്ങനെയാണ്. അതുകൊണ്ട് ഞാനാണ് തീരുമാനിക്കുന്നത്. അതായത് ഈ സ്റ്റേറ്റ് തന്നെ ഒരു റിലിജിയനായി മാറി. നെബൂഖദ്നേസർ ഭരിക്കുന്ന ബാബിലോണിലെ ഒരു പ്രത്യേക റിലിജിയൻ പോലായി തീർന്നു ബാബിലോൺ സ്റ്റേറ്റ്, അവിടുത്തെ ഭരണ സംവിധാനം. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, എൻ്റെ ഭരണസീമയ്ക്കുള്ളിലുള്ള ആളുകളെല്ലാം എൻ്റെ അധികാരത്തിൻ്റെ ഉള്ളിലാണ്, എൻ്റെ അധികാരത്തിന് കീഴിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും സ്വതന്ത്രമായിരിക്കുന്ന ഒരു ആരാധനാ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ആരെങ്കിലുമൊക്കെ ആരാധിച്ചുണ്ടാവാം, പക്ഷേ പബ്ലിക്കലി നിങ്ങളെല്ലാം പറയാൻ പോവുകയാണ് നെബൂഖദ്നേസർ രാജാവാണ് ഏറ്റവും ശക്തനായിരിക്കുന്നവൻ. അത് ജനം മുഴുവനും, ബാബിലോണിയ സംസ്ഥാനത്തുള്ള ജനം മുഴുവനും ഒരുമിച്ച് പറയണമെന്ന അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ മോഹത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അഹമ്മതിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ചിന്തയാണ്, ഞാൻ എന്തോ ചെയ്യണം, ഒരു ബിംബത്തെ ഉണ്ടാക്കണം. 60 മുഴം ഉയരം, 6 മുഴം വീതി. ഈ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അത്രയും സ്വർണ്ണമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന്. പിന്നെ തടിയെ ഉണ്ടാക്കിയിട്ട് സ്വർണം പൊതിഞ്ഞതാണ്. അടുത്ത കാലത്ത് അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ ഏകദേശം ആധുനിക ബാബിലോണിൽ നിന്ന് 1.5 മൈൽ സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്കായി ഒരു വലിയ വിശാലമായിരിക്കുന്ന പ്ലാറ്റ്ഫോം, ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച പ്ലാറ്റ്ഫോമും അതിനോട് ചേർന്ന സാധനങ്ങൾ കണ്ടെത്തിയതിനാൽ അങ്ങനെ ഒരു ബിംബം അവിടെ പ്രതിഷ്ഠിച്ചിരുന്നു എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് ആ കാലത്ത്. എന്തിനാണ്? ഈ നെബൂഖദ്നേസറാകുന്ന ഞാൻ ചുറ്റുപാടുമുള്ള സകല ആളുകളെക്കാൾ കേമനാണെന്ന് വരുത്തി തീർക്കാൻ. ദൈവമക്കളെ, ഒരു പാഠമുണ്ട് കേട്ടോ. ദൈവം നിന്നെ എത്ര ഉയർത്തിയാലും, ദൈവം നിനക്ക് എത്ര അനുഗ്രഹങ്ങൾ തന്നാലും, നീ ഒരിക്കലും ദൈവത്തോട് തുലനം ചെയ്യാൻ തുല്യമാണ്. വർഷിപ്പ് ദൈവത്തിന് മാത്രമുള്ളതാണ്. ആ ദൈവത്തിന് മാത്രമുള്ള ആരാധനയാണ് ആരെടുക്കാൻ പോകുന്നത്? നെബൂഖദ്നേസർ എടുക്കാൻ. അതെപ്പോഴും നമ്മുടെ താഴ്ചയ്ക്ക് കാരണമായി തീരും. എത്രമാത്രം ദൈവം നമ്മളെ ഉയർത്തുന്നോ അത്രമാത്രം നാം ദൈവസന്നിധിയിൽ വിനയപ്പെടണം. എത്രമാത്രം നാം ഉയർത്തപ്പെടുമോ അത്രമാത്രം നാം ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിത്തീരും. അപ്പോൾ തൻ്റെ സ്വച്ഛാധിപത്യം, ഏകാധിപത്യം, അതിൻ്റെ നിദർശനമായി ഈ വലിയ ബിംബത്തെ
അവിടെ പ്രതിഷ്ഠിച്ച് നിർത്തിയിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ, ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ ഒരിക്കലും നാം നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചല്ല. ആരൊക്കെ എവിടൊക്കെ എപ്പോഴൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദുരന്തം അവിടെ ആയിട്ടുള്ളത് സത്യമാണ്. ഈ ബിംബത്തെ നമസ്കരിക്കാൻ മറക്കാതിരിക്കും. എല്ലാവരും കൂടെ ലോകത്തിലുള്ള സകല മനുഷ്യരെയും കൂട്ടി വരുത്തുമ്പോൾ വർഷിപ്പിനോട് വളരെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. കുഴൽ, തമ്പുരു, നാദം, വാദ്യസ്വരം ഇവയെല്ലാം കൂടെ കേൾക്കുമ്പോൾ വീണ് നമസ്കരിക്കണം. സകല മനുഷ്യരും, അതായത് എല്ലാ മനുഷ്യരും എത്ര ഉന്നതനായാലും അത്രയും ഉന്നതനും വീണ് നമസ്കരിക്കണം. ആരെ? ബിംബത്തെ വീണ് നമസ്കരിക്കണം. ആരെ നമസ്കരിക്കുന്നതിന് തുല്യമാണ്? അത് രാജാവിനെ നമസ്കരിക്കുന്ന തുല്യമാണ്. മറ്റൊന്ന്, രാജാവിൻ്റെ ശക്തിയുടെ മുൻപിൽ സ്വയം സമർപ്പിക്കുന്നുള്ളതിൻ്റെ നിദർശനമാണ്. രാജാവിൻ്റെ ശക്തിയുടെ അധികാരത്തിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിക്കുക. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ആശ്രിതരാണ്, നിങ്ങളെല്ലാവരും എൻ്റെ അടിമയാണ്, ഞാനാണ് നിങ്ങളുടെ കാണപ്പെടുന്ന ദൈവം. അതിലൂടെ ഒരു സായുജ്യമടയുന്ന മനുഷ്യ സ്വഭാവമുണ്ട്. ചില അടിച്ചേൽപ്പിക്കലിലൂടെ ആസ്വദിക്കുന്ന അതൊരു വ്യക്തി വൈകൃതമാണ്. ഞാൻ അടുത്ത സമയത്ത് ഈ വ്യക്തി വൈകൃതത്തെക്കുറിച്ച് വായിച്ച് ഒത്തിരി വൈകൃതങ്ങളുണ്ട്. നമുക്കെല്ലാം ചെറിയ ചെറിയ വൈകൃതങ്ങളുണ്ട്. എന്നാൽ ഇത് ഇച്ചിരി ഗുരുതരമായ വൈകൃതങ്ങളാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഈ ഈഗോ, സാമ്പത്തികമായ അഭിവൃദ്ധിയിലുള്ള അഹങ്കാരം, ഇവയെല്ലാം ഇങ്ങനെ ആളുകളെ കാണിക്കുന്നതിലൂടെയും അതിലൂടെ ആളുകൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്നതിലെയും ഈ മനസ്സിന് ലഭിക്കുന്ന ഒരു അവസ്ഥയും, മനസ്സിന് ലഭിക്കുന്ന സംതൃപ്തിയൊന്നുമല്ല അതിന് പറയേണ്ടി, ഒരു അനുഭൂതിയും. ആ അനുഭൂതിക്ക് വേണ്ടിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അദ്ദേഹത്തിന് എന്തോത്തിന് കുറവാണുള്ളത്, പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കേണ്ട ഒന്നായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകൃതത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. അതുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ എല്ലാവരും നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു, അദ്ദേഹം പ്രഖ്യാപിച്ചു. ദാനിയേലിനെ അവിടെ കാണാനില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ എവിടെയായിരിക്കാം? ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അദ്ദേഹം അവിടുത്തെ ഒന്നാമനായതിനാൽ രാജാവിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റ് ചില സംസ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം പോയതിനാലും ഈ പ്രഖ്യാപനം അവിടെ കിട്ടാൻ അദ്ദേഹത്തിന് സാധ്യതയില്ലാഞ്ഞതുകൊണ്ടോ എന്തോ അദ്ദേഹത്തിന് വന്നു ചേരാനായിട്ട് സാധിച്ചില്ല. വന്നു ചേർന്നിരുന്നെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമസ്കരിക്കുമെന്ന്? ഒരിക്കൽ പോലും നമസ്കരിക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഈ 4 പേരുടെ കൂട്ടത്തിൽ ലീഡർ ആരാ? ദാനിയേല. ബാക്കി 3 പേര്, ദാനിയേലിന്റെ വിദൂരമാണ്, ദൂരെയാണ്. ബാക്കി 3 പേര് ഇപ്പം തന്നെയുണ്ട്. ഈ തന്നെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ, ലീഡർഷിപ്പിന് ആരും ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈ നേതൃത്വത്തിൻ്റെയും ഭക്തിയുടെയും ആത്മീയതയുടെയും ക്വാളിറ്റി വെളിപ്പെടുത്തുന്നു. ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറയാനില്ല. സ്വപ്നം പറയാൻ അദ്ദേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല, ഇപ്പോൾ അദ്ദേഹം ഇല്ല, ഇപ്പോൾ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെന്താ പറയുന്നത്? സ്പിരിച്വൽ ഇൻഡിപെൻഡൻസ്. പലപ്പോഴും നമ്മൾ സ്പിരിച്വൽ ഡിപ്പെൻഡൻ്റാണ്. എന്ത് വന്നാലും ആരെങ്കിലും ആശ്രയിക്കും. ഒരു പനി വന്നാലും ആരെങ്കിലും ആശ്രയിക്കും. മുട്ടുമുടുക്കി പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല ദൈവം. ഞാൻ വരണം, സാറിനെ വിളിക്കുന്നത് കൊണ്ട് ഞാൻ വരും, പ്രാർത്ഥിക്കും, അത് ആവശ്യമാണ്. പക്ഷെ സാർ പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ലേ? സ്പിരിച്വൽ ഇൻഡിപെൻഡൻസി ഇല്ല. നമ്മളെപ്പോഴും ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പരാശ്രയരായി ജീവിക്കുക എന്നുള്ളതാണ് ആത്മീയമായിട്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ സ്വന്തം കാലം നിങ്ങൾ എബ്രാഹിം പഠിപ്പിക്കുന്നത് എന്നാണെന്നറിയാമോ? കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാണ് നിങ്ങൾ. ഇപ്പോഴും നിങ്ങൾക്ക് എന്താ പറയേണ്ടത്? രക്ഷയുടെ ആദ്യപാഠം. ടീസ്പൂൺ ക്രിസ്ത്യൻസാണ്. ഇപ്പോഴും രക്ഷയുടെ ആദ്യപാഠം പറയണം. കാലം നോക്കിയാൽ നിങ്ങൾ ആരാണ്? ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ് ആകേണ്ടവരാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും എന്താ വേണം? ആത്മീയ പരിജ്ഞാനം ഇല്ല, ആത്മീയ ഇൻഡിപെൻഡൻസി ഇല്ല.
സ്പിരിച്വൽ ഇൻഡിപെൻഡൻസി ഇല്ല, ഉണ്ടാവണം. അതിലേക്ക് നമ്മൾ വളരണം. മാർത്തോമാ സഭ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാം മാർത്തോമ പറഞ്ഞ എല്ലാവരും ഉപദേശിച്ചവരാണെന്ന്. എല്ലാവരും സുവിശേഷമാണ് പറഞ്ഞ കാര്യം അതാ. സ്പിരിച്വൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകണം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണം. എൻ്റെ വലിയ നാലഞ്ചര ജോലീസ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, കടവിൽ മാളികയിൽ പോയി പ്രാർത്ഥിച്ച അപ്പച്ചന്മാരുടെ കൂട്ടത്തിൽ എറണാകുളത്തുനിന്ന് 3 പേര് പോയത് കൂട്ടത്തിൽ ഒരാളാണ് എൻ്റെ അപ്പച്ചൻ. എൻ്റെ അപ്പച്ചന് കുര്യനച്ഛനുണ്ടല്ലോ, നമ്മുടെ ഇവിടുത്തെ ടി എ കുര്യനച്ഛൻ, അച്ഛൻ്റെ കൊച്ചമ്മ ലൂസി കൊച്ചമ്മയുടെ വല്യപ്പച്ചൻ, എൻ്റെ വല്യപ്പച്ചൻ. അങ്ങനെ ഒരു 3 പേര് കൂടിയാണ് അവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയത്. അവർ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ അപ്പച്ചന് വേദവസ്തു നല്ലോണം കാണാപ്പാടം അറിയാം. അപ്പച്ചൻ വഴിക്കൽ വലിയഴിക്കലും ചെറിയഴിക്കൽ പോയി പ്രസംഗിച്ചു. ചെറിയഴിക്കൽ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാർ കൂടി അടിച്ചു. അടി കൊണ്ടുകൊണ്ട് അദ്ദേഹം കടലിൽ എടുത്തു ചാടി തൊട്ടിപ്പുറത്ത് വലിയഴിക്കൽ എന്ന സ്ഥലമാണ്. ചെറിയഴിക്കൽ പ്രസംഗിച്ചു. ഇപ്പോൾ ഒരു പൊഴിയുണ്ട്, ആ പൊഴിക്ക് ഇപ്പറയാണ് വലിയഴിക്കൽ. അദ്ദേഹം നനഞ്ഞ തുണി കൊണ്ട് ഇക്കരെ നീന്തി കയറി വന്നു. അവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ച് കുറേ പേര് രക്ഷയുടെ അനുഭവത്തിൽ വന്നൊരു നമുക്കൊരു ചെറിയ സഭ അവിടെ ഉണ്ട്, ഒരു ചെറിയ പള്ളി അവിടെ ഉണ്ട്. 4-ാം തലമുറ കഴിഞ്ഞപ്പോൾ അവിടെ സുവിശേഷകനായിരിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചു. ഞാനവിടെ 1 വർഷം സുവിശേഷകനായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ അപ്പച്ചന് അനുഭവിച്ചതായ അവിടെ നല്ലവരായ മുക്കുവന്മാരൊക്കെ ഉണ്ട്. അവരും തുണിയൊക്കെ കൊടുത്തു. അങ്ങനെ മുണ്ടൊക്കെ ഉണക്കി അവരോട് സുവിശേഷം പ്രസംഗിച്ച് 1-2 ദിവസം അവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. ഞാൻ പറഞ്ഞത് വലിയ വിദ്യാഭ്യാസമൊന്നും അവർക്കില്ല. അടൂർ കടത്തീര മിഷനിൽ ചെറിയാനച്ഛൻ്റെ കൂടെ പോകുന്ന സമയത്ത് അപ്പച്ചൻ്റെ ആ പ്രസംഗം കരുനാപ്പള്ളൊക്കെ പോയി പ്രസംഗിച്ച് ഒത്തിരി പേര് കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നു. ബൈബിൾ സ്കൂളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ വേദപുസ്തകം നല്ല പരിജ്ഞാനമുണ്ട്, നല്ല ദൃഢതയുണ്ട്. ഇത് സ്പിരിച്വൽ ഇൻഡിപെൻഡൻസ് നമുക്ക് അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ. അവര് 3 പേരും ആത്മീകമായി, എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ, അവർ ആത്മീക പരിജ്ഞാനത്തിൽ തികഞ്ഞു. ആരും സപ്പോർട്ട് ചെയ്യാനില്ല. ദാനിയേലൊക്കെ അവിടെ നീ പൊക്കോ, നിങ്ങൾ തന്നെ മതി. അപ്പോഴാണ് വലിയ പുള്ളി വിളംബരമൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇവരെ ഈ 3 പിള്ളേരെ പുതിയ പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്തതിൽ അസൂയാലുക്കളായ അവിടുത്തുകാരുണ്ട്, പ്രദേശവാസികളുണ്ട്. ഇവർ വരുത്തരാണ്. പ്രദേശവാസികൾ അവിടെ ഉണ്ട്, വലിയ എക്സിക്യൂട്ടീവ്സ് അവിടെ ഉണ്ട്. അവർ തക്കം നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും കാരണം കണ്ടെത്താൻ. ഈ 3 പേര് ഇല്ലെന്നുള്ള വിവരം നെബൂഖദ്നേസർ രാജ കണ്ടോ? ഇല്ല. നെബൂഖദ്നേസർ കാണണമെന്നില്ല. നെബൂഖദ്നേസർ കാണുന്നതിന് മുമ്പേ പാഴ്സണേജിൽ വിവരമെത്തും. അതിന് തക്കവണ്ണം പുള്ളികൾ കണ്ടോണ്ടിരിപ്പുണ്ട്. എന്ത് സത്യമല്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ മതി, അന്നേരം എത്തത്തില്ലേ. എവിടെ പാഴ്സണേജിലില്ല. രാജാവേ പറയാൻ നീ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ഈ 3 പിള്ളേരുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയെ ചോദ്യം ചെയ്യാൻ നീ ഒരുക്കിയിരിക്കുന്ന തീക്കോ നിന്റെ വെല്ലുവിളിക്കോ യാതൊരു ശക്തിക്കും സാധ്യമല്ല. അത്രമാത്രം ധൈര്യശാലികളായിരുന്നു ഈ കുഞ്ഞുങ്ങൾ. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കും, അതിന് ഉത്തരം പറയുമ്പോൾ പ്രസംഗം നിർത്തും. ഞാൻ ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞില്ല, പ്രസംഗം നിർത്തും. ഈ കുഞ്ഞുങ്ങളുടെ 2-3 ക്വാളിറ്റി പറഞ്ഞാൽ, ഒന്ന്, അല്ല നമ്മളിപ്പോൾ ഇവിടേക്ക് വരാം. ഇവിടെ നിന്ന് ജനറലി ബാബുക്കുട്ടി പറഞ്ഞാൽ മതി. ഐക്യത ഇതിനെക്കാട്ടി ശ്രേഷ്ഠമായ ഒന്നുമില്ലയോ? കൺസിസ്റ്റൻസി, അവരുടെ വിശ്വാസത്തിലുള്ള സ്ഥിരത. ഞങ്ങളുടെ കൂടെ ദാനിയേലില്ലയോ, ഞങ്ങളുടെ കൂടെ ആരുമില്ല, ദേവാലയം ഇല്ല, ആരും ഇല്ലയോ, എരിയുന്ന തീച്ചൂളയാണോ, എന്ത് വന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ദൈവത്തെ അറിയാം, ദൈവത്തിന് ഞങ്ങളെ അറിയാം. ഈ 2 നോളജിലാണ് സ്പിരിച്വാലിറ്റി. മ്യൂച്വൽ നോളജാണ്. ഐ നോ ഹിം ആൻഡ് ഹി നോസ് മീ. ഐ നോ ഹിം ആൻഡ് ഹി നോസ് മീ. പൗലോസ് പറഞ്ഞത് തന്നെയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ. ഡു യു നോ ഹിം? ദാറ്റ് പേഴ്സണൽ നോളജ് മാറ്റേഴ്സ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ അറിയാം. നീ പറയുന്ന
ഇതൊന്നും കോലപ്പാമ്പ് കൊണ്ടൊന്നും ഈ തീ കൊണ്ടൊന്നും ഞങ്ങളുടെ വിശ്വാസം കെട്ടുപോകത്തില്ല. കെട്ടുപോകാത്ത വിശ്വാസം. പിന്നെ അവരുടെ ധൈര്യം. 3 പേരേ ഉള്ളെന്ന്, ലക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുക, 3 പേരേ ഉള്ളൂ. ധൈര്യം, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനുള്ള ധൈര്യം. ഇത് ഈ പുസ്തകത്തിന്റെ പ്രധാന ഇതിവൃത്തങ്ങളിലൊന്നാണ്, പ്രധാന പാഠ്യവിഷയങ്ങളിലൊന്നാണ് ധൈര്യം. അപ്പോസ്തല പ്രവൃത്തി പഠിച്ചാൽ ശിഷ്യന്മാരുടെ ക്വാളിറ്റിയിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ധൈര്യമാണ്. ഒരു വാക്യം പറയാം, സമ്മാനം. അല്ലച്ച, അവർ പത്രോസിന്റെയും ധൈര്യം കാണുകയാലും. ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരും ആണ്. ഞാൻ ചോദിച്ചത് ഇപ്പോൾ കിട്ടിയോ? ആരുടെ ധൈര്യങ്ങൾ? പത്രോസിന്റെയും കൂടെയുള്ള ആളുകളുടെയും ധൈര്യം കാണുകയാണ്. അപ്പോസ്തലർ 4 അദ്ദേഹം വീട്ടിൽ പോയി കണ്ടുപിടിച്ചോ, റെഫറൻസ് പറയത്തില്ല, കണ്ടുപിടിച്ചു, അത് എഴുതിയിട്ടുണ്ട്. അവർ പഠിപ്പില്ലാത്തവരാ, സാമാന്യ മനുഷ്യരാണ്. പക്ഷെ അവരുടെ ധൈര്യം ഇത് തന്നെയാണ് നമുക്ക് വേണ്ടിയേ. സാമാന്യ മനുഷ്യരാണ് നമ്മൾ. സുവിശേഷം വളരണമെങ്കിൽ, സഭ വളരണമെങ്കിൽ, എബനേസറിന്റെ അതിർ വിശാലമാകണമെങ്കിൽ നമ്മുടെ ധൈര്യവും നമ്മുടെ വിശ്വാസ സ്ഥിരതയും കൂടിയേ തീരൂ. കുർബാനയുടെ ഈണമല്ല. എന്താ മിണ്ടാത്തത്? എത്ര ഈണത്തിൽ കുർബാന ചൊല്ലുന്ന ആളും കൊടുത്തില്ല. ഇവിടെയുള്ള ജൈവജനത്തിന്റെ വിശ്വാസ സ്ഥിരത, അവരുടെ ധൈര്യം, അവരുടെ പ്രത്യാശ, അവരുടെ ആത്മീയ ഉണർവ്, നമ്മുടെ സ്പിരിച്വൽ ക്വാളിറ്റിയാണ് അവരെ ഇങ്ങോട്ട് ആകർഷിക്കാനായിട്ട് സാധ്യമായത്. എത്ര പേര് ഈ ആയുസിൽ നോൺ ക്രിസ്ത്യൻസിനെ ഈ വിശ്വാസത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഭാഗ്യം. അത് പറയാൻ പാടില്ല, ഒരിക്കലും ഘോഷിക്കാൻ പാടില്ല. എനിക്ക് അങ്ങ് ചെല്ലുമ്പോൾ നിത്യതയിൽ അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. വിശ്വാസ സ്ഥിരതയില്ലാതെ ആടി ഉലഞ്ഞിരിക്കുന്ന എത്രയോ ജീവിതങ്ങൾ മതി. ഒരാളെയെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത കൊണ്ട് നേർപാതയിലേക്ക് നയിക്കാൻ പറ്റുന്നെങ്കിൽ അത് മതി. ഈ 3 പേരുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത കൊണ്ട് മാറ്റം ഉണ്ടായ ആർക്കാണ്? മതി. 10,000ങ്ങളില്ല. 10,000ങ്ങളെ കുറിച്ച് പരാമർശമില്ല. സാറേ, നമ്മുടെ നോട്ട് എന്താ? എത്ര പേര് വേണം സാറേ? ഒരു 10,000 പേര് വേണമെന്ന്. 10,000 പേര് വേണ്ട, ഒരുത്തം മതി. ഒരുത്തം മതി. നമുക്ക് ലഭിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ ദൈവദത്തമായതല്ല, ദൈവീകമായതല്ല, ദൈവത്തിനായി സമർപ്പിച്ച് അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് അനേകരുടെ നന്മയ്ക്കും ആത്മഹത്യ എന്നുള്ള മോചനത്തിനുമായി ഉപയോഗിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ. ഈ 3 പിള്ളേർ ഇതൊന്നും വിചാരിച്ചോണ്ടല്ല സാറേ. അദ്ദേഹം മാനസാന്തരപ്പെടുന്നവർ വിചാരിച്ചൊന്നുമില്ല. ഉണ്ടോ? അവരെന്നാ വിചാരിച്ച അങ്ങോട്ട് വലിച്ചെറിയപ്പെട്ടത്? തീർന്നാ കർത്താവിന് വേണ്ടി മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചത്. അതിനെ ചോദ്യമൊന്നുമില്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ ദൃഢത, വിശ്വാസത്തിൻ്റെ ആഴം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒത്തിരി താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്, കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കാവുന്നിടത്തൊക്കെ ഉപയോഗിക്കണം ദൈവത്തിൻ്റെ നാമത്തിന്. ഞാനൊരു ഇപ്പോൾ ഓർത്തതാണ്, ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ വിചാരിക്കാത്ത ഫലമാണ് നമ്മളെ ചില സമയങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞ സന്ദർഭങ്ങളിലാണ് വർക്ക് ചെയ്ത്. ആദ്യം 4 വർഷം അവരുടെ കൂടെ വർക്ക് ചെയ്ത്, OM ടീം എന്ന് പറയും. അപ്പോൾ നോർത്ത് ഇന്ത്യയിലും മറ്റിടങ്ങളിലും വില്ലേജുകളിലൊക്കെ ഞങ്ങൾ പോയി താമസിക്കും. താമസിക്കാൻ സ്ഥലമൊന്നും കിട്ടത്തില്ല. ചിലപ്പം കാട്ടിലായിരിക്കും കിടക്കുന്നത്, ചില കടത്തിണ്ണയ്ക്കായിരിക്കും കിടക്കുന്നത്. അങ്ങനെ മൂവ് ചെയ്യുകയാണ്. പുസ്തകം വിറ്റ് പൈസ കിട്ടിയാൽ ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഭക്ഷണമില്ല. അതാണ് ഞങ്ങൾ ട്രെയിൻ ചെയ്യുക. നല്ല രസമാണ് ആ വർക്ക്. എൻ്റെ ആദ്യ കാലത്തിലെ എന്നെ എക്വിപ്പ് ചെയ്ത ഒരു ഘടകമാണ് അത്. ഡോക്ടർ KP ഓഹനാൻ, ദിവംഗതനായ അല്ലെങ്കിൽ കാലം ചെയ്ത അദ്ദേഹമൊക്കെ ഈ ഇതിനകത്തൂടെ വളർന്നു വന്നയാളാണ്. ബിഷപ്പ് KP യോഹന്നാൻ മെത്രാപ്പോലത്തെ, ഞങ്ങൾ ഇപ്പാപ്പാന്ന് വിളിക്കും. അദ്ദേഹമൊക്കെ ഇതിനകത്ത് കയറി വന്നിട്ടുള്ള മനുഷ്യൻ. ബെല്ലാരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് കർണാടകയിലാണ്. ഞങ്ങൾ ടീം 10 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഗ്രാമത്തിൽ പോയി പ്രസംഗിച്ചു. ഞാനാണ് പ്രസംഗിക്കുന്നത്.
ഇന്നാരിന്നാത്തരു ക്രിസ്തേശോപനി സദാ എന്ന് പറഞ്ഞത് ഒരു കണ്ടാപ്പാട്ട അങ്ങോട്ട് പാടി വെച്ച് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശു കർത്താവ് എന്നൊക്കെ പറഞ്ഞ് അവിടെ സ്ട്രീറ്റിൽ നിന്ന് പ്രസംഗിച്ച് പുസ്തകം കൊടുത്തു. ആ കൂട്ടത്തിൽ ഒരുവൻ വന്ന് പറഞ്ഞു, സാറേ ഞങ്ങളുടെ വീട്ടിലെ മോടെ കല്യാണമായി ഇന്ന് ശാപ്പാട് കഴിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങൾ നോക്കിയിരിക്കുക ആരെയും വിളിക്കാൻ വേണ്ടി. ശാപ്പാട് കഴിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ ടീച്ചർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ അഗസ്റ്റീനെ കോശി, ഡോക്ടർ അഗസ്റ്റീനെ കോശി എന്ന് പറയുന്ന ആൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. 50 വർഷത്തിന് ശേഷം ഞങ്ങൾ കണ്ടു. അഗസ്റ്റീനെ കോശിയാണ്. പറഞ്ഞു യേസ് ബ്രദർ വീൽ ഗോ. അപ്പോൾ ഞങ്ങൾ 10 പേരുണ്ട്. അപ്പോൾ അവിടെ വലിയ ചടങ്ങൊക്കെ നടക്കുകയാണ്. ചെന്നപ്പോഴേ നല്ല ബിരിയാണിയുടെ നല്ല മണമൊക്കെ കിട്ടുന്നുണ്ട്. ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. അപ്പോൾ അവരിങ്ങോട്ട് ഇറങ്ങി വെച്ചാൽ അപ്പം വന്നിച്ച് പറഞ്ഞു, അയ്യാ ഒരു പാട്ട് പാടുങ്ക, അങ്ങനെയല്ല പറഞ്ഞ് ഞാൻ മറന്നുപോയി. അവരുടെ ഭാഷയിൽ കന്നഡ ഭാഷയിൽ പറഞ്ഞു ഗീത് ആവുന്നു അങ്ങനെങ്ങാണ്ട് പറഞ്ഞു. അപ്പോൾ പാട്ട് പാടാൻ അവസരം കിട്ടിയ എനിക്കാണ്. അഗസ്റ്റിൻ കോശി പറഞ്ഞു, നിങ്ങൾ അച്ചായനെ വിളിക്കാൻ അന്നേരം. അഗസ്റ്റിൻ കോശി പറഞ്ഞു ബ്രദർ യു സിംഗ്. അന്നേരം ഒന്നും ഓർത്തില്ല. അന്നേരം കിട്ടിയൊരു പാട്ടുണ്ട്, ജീവിത യാത്രക്കാര. അന്ന് എൻ്റെ ശബ്ദം കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞാൽ ചെറുപ്പമാണ്. 10-20 വയസ്സല്ലേ, 10-22 വയസ്സേ ഉള്ളൂ. ചെറുപ്രായ ശബ്ദമാണ്, മൈക്കൊക്കെ ഉണ്ട്. പാടി നാശത്തിൻ പാതേ മാർഗമോ ലക്ഷ്യം നിന്നുണ്ടിയിലന്ത ജീവിത യാത്രക്കാരാ. ആ 2 ചരണം മതി. 2 ചരണം നിങ്ങൾ പോകാൻ സമയമെന്ന് എനിക്കറിയാം. 2 ചരണം പാടി. കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടുപാടി നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 യുവാക്കൾ ഓടിക്കരച്ച് വരിക. അപ്പം അവർക്ക് മലയാളം അറിയത്തുള്ളൂ. ആ ഗ്രഹനാഥനോട് വിളിച്ചു ചോദിച്ചു, മലയാളം പാട്ട് പാടിയ ആരോടെ ഉണ്ടല്ലോ, ആരാണ്? അവർക്ക് കന്നഡ അറിയാം. അതെ എന്നെ വിളിച്ചു. മലയാളികളാണ് 2 പേര്. ജോലി അന്വേഷിച്ച് വന്നിട്ട് ജോലി കിട്ടാതെ കയ്യിലുള്ള പണമെല്ലാം തീർന്ന് തിരിച്ചു പോകാൻ നിവൃത്തിയില്ല. വീട്ടിലെ സ്ഥിതി പരിതാപകരം. നാണക്കേട് ഭയന്ന് ജീവിതം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞ സ്ഥലത്ത്, റെയിൽവേ പാളത്തിൽ കൂടെ നടക്കുന്നത്, ഒഴിഞ്ഞ സ്ഥലത്ത് ചെന്ന് ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും ട്രെയിനിന് തലവെച്ച് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പോയ കുഞ്ഞുങ്ങളാണ്. അവിടാണ് ഈ പാട്ട് കേട്ടത്. ജീവിതയാത്രക്കാരാ. എന്നോട് ആരെങ്കിലും പറഞ്ഞതാണോ സാറേ? അവനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശു ക്രിസ്തു നിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമാകും. നോക്കണേ, ദൈവം വഴികൾ ഒരുക്കിയത്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ട്രെയിൻ യാത്ര ചെയ്തപ്പോഴൊക്കെ അനുഭവങ്ങളുണ്ട്. നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു, ഞാൻ അഗസ്റ്റിൻ ചാനകളെ വിളിച്ചു. നമ്മൾ ഒരുമിച്ച് വന്നിരുന്ന് അവരോട് ഷെയർ ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഞങ്ങളതെടുത്ത് അവർക്ക് ഷെയർ ചെയ്തു. മക്കളെ, ഇതൊന്നും പരിഹാരമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോലിയുടെ വഴികൾ ദൈവം തുറന്നു തരും. നിങ്ങൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം. അവരവിടെ വെച്ച് യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. വയറ് നിറത്ത് ശാപ്പാടും കൊടുത്തു. ഞങ്ങളുടെ കയ്യിൽ, ഞാൻ ടീം അസിസ്റ്റൻ്റാണ്, കാശ് സൂക്ഷിക്കുന്നയാളാണ്. എൻ്റെ കയ്യിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. അതെല്ലാം കുറച്ചെടുത്ത് അവനെ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. അവരാത്മഹത്യ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവൻ്റെ വഴി അവർ തിരഞ്ഞെടുത്തു. നമുക്ക് ചില അവസരങ്ങൾ ചിലപ്പോൾ വരും. അത് ദൈവത്തിൻ്റെ പ്രേരണയും കൂടെ ലഭിക്കുന്നതാണ്. അത് ഉപയോഗിച്ചാൽ മതി. ദൈവം പ്രയോഗിക്കുമെന്നേ. ദൈവം നമുക്ക് തുണയുണ്ടെന്ന്, ദൈവം നമുക്ക് സഖിയായിട്ടുണ്ടെന്ന്. ദൈവത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നേ? എന്തിനു നടക്കുന്നേ? ധൈര്യമായിരിക്കുക. ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഒറ്റയാളെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഈ കൊച്ചായുസ് തീരുന്നതിന് മുൻപേ എൻ്റെ ആഗ്രഹം ചിലരെ കൂടെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അതിന് ദൈവം വഴിതരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കൺവെൻഷൻ ഒന്നിലൊക്കെ പോയാൽ എല്ലാ മീറ്റിങ്ങിനും ആഹ്വാനം കൊടുക്കും. അനേകർ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ധൈര്യം, വിശ്വാസ സ്ഥിരത, പ്രത്യാഘാതങ്ങൾ എന്തായാലും അതിനെ അഭിമുഖീകരിക്കാനുള്ള മനസ്സ്. ദൈവം പ്രവർത്തിക്കും, ദൈവം മാനിക്കും. കുഞ്ഞുങ്ങൾ പേഗൻ വർഷിപ്പിൽ ഒരുമിച്ച് ചേരാതിരിക്കത്തക്ക തരത്തിൽ വേറിട്ട് നിന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഇത് തന്നെയാണ്. നമുക്ക് പ്രലോഭനങ്ങൾ വരുമ്പോൾ
നമ്മുടെ മെയിൻ ലൈനിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ടു പോകാനുള്ള ടെംപ്റ്റേഷൻ വരുമ്പോൾ ഓർത്തോണേ, സ്വർഗത്തിലെ കണ്ണുകളെ ഓർത്തണേ, സംശയിക്കാതെ കണ്ട് സ്ഥിരതയുള്ളവരാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതയാത്ര തുടരാൻ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്നിടത്തും പ്രലോഭനങ്ങളുടെ നടുവിലും കൊച്ചു ജീവിതം നമുക്ക് മുന്നോട്ട് യാത്രയാകുമ്പോൾ അലകടലിൽ ഒരിക്കലും അടിപ്പെട്ട് തളർന്നു പോകാൻ സമ്മതിക്കാതെ അമരത്താനാഥനിൽ നിന്ന് അക്കരെ എത്തിക്കുന്നതിന് ദൈവകരങ്ങൾ നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മൾ ആദ്യം പാടിയതായ പാട്ട് അത് വളരെ മനോഹരമായിരിക്കുന്ന ചിന്തകളാണ്. അതിൻ്റെ ഒരു ചരണം നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പടകിൽ അല്ലൊരൽപ്പമില്ലെനിക്ക് ആഴിയും ഒഴിയും നിർമ്മിച്ചനാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും ഒഴിയും നിർമ്മിച്ചനാഥൻ അഭയമായെന്നരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ദൈവമക്കളെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ സംഘർഷ നിർഭരമാണ്. വിശ്വാസത്തിൻ്റെ നേരെ വെല്ലുവിളികൾ, നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയുടെ നേരെ വെല്ലുവിളികൾ, നമ്മുടെ സ്വത്തയെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളികൾ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളികൾ, നമ്മുടെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വെല്ലുവിളികൾ, ഇതൊക്കെയുണ്ട്. ഇതിനൊന്നും യുക്തിപരമായ മറുപടി പറയാൻ നമുക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ ജീവിതം കൊണ്ട് അതിന് മറുപടി പറയാൻ ദൈവകരങ്ങളെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ കൊച്ചു ജീവിതത്തിൻ്റെ ശിഷ്ടകാലം, ഈ കൊച്ചു ജീവിതം കൊണ്ട് എൻ്റെ വിശ്വാസത്തെ വ്യാഖ്യാനിപ്പാൻ, എൻ്റെ വിശ്വാസത്തിനോട് നേരിടുന്ന വെല്ലുവിളികൾക്ക് മറുപടി നൽകി എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളാരും കരുത്തരല്ല, നമ്മളാരും തികഞ്ഞവരുമല്ല. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാണ്. അങ്ങോട്ട് കൊടുക്കാം. ആ കരം നമ്മെ പിടിക്കട്ടെ. ആ കരം പിടിച്ചുകൊണ്ട് നമുക്കിന്ന് പോകാൻ കൊടുക്കുന്നു. യേശു എൻ്റെ കരം പിടിച്ചുകൊള്ളണേ, യേശു എൻ്റെ കരം പിടിച്ചുകൊള്ളണേ, എൻ്റെ അതിരത്തെ നിയന്ത്രിക്കണമേ, എന്നെ നിലനിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അച്ഛനായി സ്തോത്രം, കൊച്ചമ്മമാർക്കായി സ്തോത്രം, സഹോദരന്മാർക്കായി സഹോദരിമാർക്കായി സ്തോത്രം. യഥാർത്ഥ ആരാധന എന്താണെന്ന് ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ ഉള്ള ചിന്തയിലായിരുന്നല്ലോ ഞങ്ങൾ. ആരാധനാ സമൂഹമായി പ്രദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങളിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ നിർത്തി ഈ ആരാധനാ സമൂഹത്തിൻ്റെ ആരാധനയിലൂടെ ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഞങ്ങൾക്ക് നൽകാനുള്ള ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം, ഞങ്ങളുടെ ദൈവം ആരെന്നുള്ള ചിത്രം കൊച്ചു ജീവിതത്തിലൂടെ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾക്കെല്ലാം കൃപ തരണമേ. വാക്കുകൊണ്ട് മറുപടി പറയാൻ ഞങ്ങൾക്കറിയില്ല, പക്ഷേ ജീവിതം കൊണ്ട് മറുപടി പറയാൻ ഞങ്ങൾക്ക് കൃപ തന്ന് അനുഗ്രഹിക്കണമേ. കണ്ട് ഭയന്ന് ചകിതരായി ഓടിപ്പോവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ കർത്താവേ. കൃപയും കരുത്തും ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഈ എബനേസർ മാത്രമായി ഇടപെടുക, ഇത് എബനേസർ തന്നെയായി പരിണമിക്കുക എൻ്റെ ദൈവം ഇടയാക്കണം. ഒരു ആത്മീയ മുന്നേറ്റം ഞങ്ങളുടെ ദേശത്തുണ്ടാകുവാൻ അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങളെ തൊടണമേ.
എന്ന് പ്രാർത്ഥിക്കും. സമാധാനത്തോടെ അയക്കരുത്. മശിഹായുടെ നാമത്തിലുള്ള യാചന ദയവായി കേൾക്കണമേ. ആമേൻ.